അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. You have studied that the Earth's crust is made up of different minerals embedded in the rocks. Various metals are extracted from these minerals after proper refinement. Minerals are an indispensable part of our lives. Almost everything we use, from a tiny pin to a towering building or a big ship, all are made from minerals. The railway lines and the tarmac of the roads, our implements and machinery too are made from minerals. Cars, buses, trains, aeroplanes are manufactured from minerals and run on power resources derived from the earth. Even the food that we eat contain minerals. In all stages of development, human beings have used minerals for their livelihood, decoration, festives, religious and ceremonial rites. എന്താണ് ആ മിനറൽ എന്ന് പറയുന്നത്? നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. അതെന്ത് ചെയ്യും? അതിൽ നിന്നൊക്കെ നമുക്ക് മെറ്റൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വഴി, പ്രോപ്പർ റിഫൈൻമെൻറ്റ് വഴി മെറ്റൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മിനറൽസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും, ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിന് ആഹാരത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള മിനറൽസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായ മിനറൽസ് ഉണ്ട്. ഇനി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വെഹിക്കിൾസൊക്കെ മാനുഫാക്ചർ ചെയ്യാനോ അതിൻ്റെ ഒരു ഫ്യൂലായിട്ട് പ്രവർത്തിക്കാനോ ഒക്കെ മിനറൽസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും, റെയിൽവേ ലൈൻസ് അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും മിനറൽസിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെവലപ്മെൻറ്റ് എല്ലാ സ്റ്റേജസിലും നമ്മൾ മിനറൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മിനറൽ? വാട്ട് ഈസ് എ മിനറൽ? Geologists define mineral as a homogeneous, naturally occurring substance with a definable ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ വ്യക്തമായ ഒരു വലിയ ഡിഫൈൻഡ് ആയ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറുള്ള ഒരു ഹോമോജിനസ് ആയ നാച്ചുറലി ഒക്യറിങ് ആയ ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് മിനറൽ. അപ്പോൾ പലതരത്തിൽ നമുക്ക് മിനറലിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഹാർഡ്നെസ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ഹാർഡായ സബ്സ്റ്റൻസായ ഡയമണ്ട് ഒരു മിനറലാണ്. വളരെ സോഫ്റ്റായ ടാക്കുകളും ഒരു മിനറൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മിനറലിൽ വലിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. പലതരത്തിൽ മിനറലുണ്ട്, പല വേരിയേഷൻസിൽ മിനറൽസ് ഉണ്ട്. യു ഹാവ് ഓൾറെഡി ലേൺ അബൌട്ട് റോക്സ്. റോക്സ് ആർ കോമ്പിനേഷൻ ഓഫ് ഹോമോജിനസ് സബ്സ്റ്റൻസ് കോൾഡ് മിനറൽസ്. സം റോക്സ് for instance limestone consists of a single mineral only, but majority of the rock consists of several minerals in varying proportions. Although over 2000 minerals have been identified, only a few are abundantly found in most of the rocks. അപ്പോൾ എന്താണ്, നമ്മൾ റോക്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോക്ക് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഹോമോജനസ്, അതായത് മിനറൽ എന്ന് പറയുമ്പോൾ ഒരു ഹോമോജനസ് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെയൊക്കെ കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന റോക്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈംസ്റ്റോൺ എടുത്ത് നോക്കിയാൽ ലൈംസ്റ്റോണിൽ ഒരു ടൈപ്പ് ഓഫ് മിനറൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ മറ്റു ചില റോക്സ് എടുത്ത് നോക്കിയാൽ അതിലെന്താണ്, പല മിനറൽസിൻ്റെ പല കോമ്പിനേഷൻസിലുള്ള കണ്ടൻസ് കാണാൻ പറ്റും. ലോകത്ത് ഏകദേശം 2000 തരം മിനറൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ അബണ്ടൻ്റ് ആയിട്ട് റോക്സിൽ കാണുന്ന വളരെ ചുരുക്കം ചില മിനറൽസേ ഉള്ളൂ. എ പർട്ടിക്കുലർ മിനറൽ that will be formed from a certain combination of elements depends upon physical and chemical condition under which the material forms. This in turn results in wide range of colors, hardness, crystal forms, luster, density that a particular mineral possesses. Geologists use these properties to classify the mineral. എന്താണ്, ഇപ്പോൾ ഒരു മിനറൽ ഒരു കോമ്പോണൻ്റ് ഉണ്ടാകും, ഒരു കോമ്പിനേഷൻ വഴി എന്തെങ്കിലും ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ കണ്ടീഷനൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ, ആ ഒരു എലമെൻസിൻ്റെ കോമ്പിനേഷനൊക്കെ ബാധിക്കും. അതുവഴി പല മിനറൽസിലും എന്താണ്, അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും, ഹാർഡ്നെസ്, ക്രിസ്റ്റൽ ഫോം, അതിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇത് ബേസ് ചെയ്തിട്ടാണ് ജിയോളജിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആ മിനറൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മോഡ് ഓഫ് അക്യൂറൻസ് ഓഫ് മിനറൽ. വാട്ട് ആർ ദീസ് മിനറൽ ഫൗണ്ട്? വേർ ആർ ദീസ് മിനറൽ ഫൗണ്ട്? മിനറൽസ് സാധാരണ ഇതിൽ എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്, എവിടെയാണ് കാണപ്പെടുന്നത്? Minerals are usually found in ores. The term ore is used to describe an accumulation of any mineral mixed with other elements. The mineral content of the ore must be in sufficient concentration to make its extraction commercially viable. The type of formation or structure in which they are found determines the relative ease with which mineral ores may be mined. This also determines the cost of extraction. It is therefore important for us to understand the main type of formation in which minerals occurs. ഇപ്പോൾ എന്താണ്, മിനറൽ സാധാരണ ഓർ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കാണുന്നത്. അതായത് മിനറലും ബാക്കി എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ സെൻസ് ആ ഒരു
ആ മിനറൽ അല്ലാത്ത കമ്പോണൻസിൻ്റെയും കോമ്പിനേഷൻ വഴിയാണ് ഈ ഓറ എന്ന രീതിയിലാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഈ ഓറിനകത്ത് എത്ര അളവിൽ ഈ മിനറൽ ഉണ്ട് എന്ന് അടിസ്ഥാനമാക്കിയിരിക്കും ഇത് നമുക്ക് കൊമേഴ്ഷ്യലി ലാഭകരമായ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് ഒരു കോസ്റ്റ് കാണുമല്ലോ. അപ്പോൾ ആ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്താൽ കിട്ടുന്ന അളവ് വഴി ലഭിക്കുന്ന ആ ഒരു എമൗണ്ട് ഇതിനേക്കാൾ ആ ഒരു കൊമേഴ്ഷ്യലി വയബിൾ ആണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. മിനറൽസ് ജനറലി ഒക്യൂർ ഇൻ ദീസ് ഫോംസ്. മിനറൽസ് സാധാരണഗതിയിൽ ഈ ഫോംസിലാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ്, ദ ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ് മിനറൽസ് may occur in the cracks, crevices, folds or joints. The smaller occurrences are called veins and the larger are called lodes. In most cases, they are formed when mineral in liquid or molten and gaseous forms are forced upward through the cavities towards the earth's surface. They cool and solidify as they rise. The major metallic minerals like tin, copper, zinc and lead are obtained from veins and lodes. അപ്പോൾ എന്താണ് ആദ്യത്തെ രീതിയിൽ കാണുന്നത് ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സിലാണ്. അതിൻ്റെ ജോയിൻസിലും ക്രാക്സിലും ക്രെവിസിസിലും ഫോൾസിലും ഒക്കെ ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതിനകത്തൊരു സ്മോളർ ഒക്യുറൻസ് അല്ലെങ്കിൽ സ്മോളർ ഏരിയയിൽ കാണുന്നതിനെ വെയിൻസ് എന്നും ലാർജർ ഏരിയയിൽ കാണുന്നതിനെ റോഡ്സ് എന്നും പറയും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ നിന്നും ടിന്ന്, കോപ്പർ, സിങ്ക്, ലെഡ് തുടങ്ങിയ ആ ഒരു മെറ്റാലിക് മിനറൽസൊക്കെ സാധാരണഗതിയിൽ ഈ വെയിൻസിൽ നിന്നും ലോഡ്സിൽ നിന്നും ഒക്കെയാണ് കിട്ടുന്നത് ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സിൻ്റെ. രണ്ടാമത്തത്, ഇൻ സെഡിമെൻ്ററി റോക്സ് a number of minerals occurs in beds or layers. They have been formed as a result of deposition, accumulation and concentration in horizontal strata. Coal and some forms of iron ore have been concentrated as a result of long periods under the great heat and pressure. Another group of sedimentary minerals include gypsum, potash salt and sodium salt. These are formed as a result of evaporation, especially in arid regions. എന്താണ് സെഡിമെൻ്ററി റോക്സിൽ ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ബെഡ്സ് ആയിട്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ സ്ട്രാറ്റ ആ ഒരു രീതിയിലാണ് കാണുന്നത്. പ്രധാനമായിട്ടും കോൾ അല്ലെങ്കിൽ അയണിൻ്റെ ഓറുകൾ അതൊക്കെയാണ് കാണുന്നത്. പിന്നെ ജിപ്സം, പൊട്ടാഷ് സോൾട്ട്, സോഡിയം സോൾട്ട് തുടങ്ങിയവയൊക്കെ ഈ ഒരു ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബെഡ്സ് അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടൈപ്പ് എന്ന് പറയുന്നത് അനദർ മോഡ് ഓഫ് ഫോർമേഷൻ ഇൻവോൾവ്സ് ദ ഡികമ്പോസിഷൻ ഓഫ് സർഫസ് റോക്സ് ആൻഡ് റിമൂവൽ ഓഫ് സോലുബിൾ constituents leaving a residual mass of weathered material containing ores. Bauxite is formed this way. അപ്പോൾ എന്താണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു സർഫസ് റോക്സിൻ്റെ ഡികമ്പോസിഷൻ വഴി അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്ന റെസ്യൂഡ് മാസ് ഓഫ് വെതേർഡ് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലിൽ നിന്നൊക്കെ എടുക്കുന്ന ഓർസാണ്. അത് ബോക്സൈറ്റ്, പ്രധാനമായിട്ടും ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓറാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഫോർത്ത് ഫോം എന്ന് പറയുന്നത് സർട്ടൻ മിനറൽസ് മേ ഒക്യൂർസ് ആസ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഇൻ സാൻഡ്സ് ഓഫ് വാലി ഫ്ലോസ് ആൻഡ് ദ ബേസ് ഓഫ് ഹിൽസ്. ദീസ് ഡെപ്പോസിറ്റ്സ് are called placer deposits, are generally contain mineral which are not corroded by water. Gold, silver, tin, platinum are most important among such mineral. അടുത്തതെന്ന് പറയുന്നത് അലുവിയൽ ഡിപ്പോസിറ്റ്സ്, അതായത് വാലി ഫ്ലോസിലെ സാൻഡ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ബേസ് ഓഫ് ഹിൽസിൻ്റെ ബേസിൽ നിന്നൊക്കെ കിട്ടുന്ന ഡിപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ് ഗോൾഡ്, സിൽവർ, ടിൻ, പ്ലാറ്റിനം തുടങ്ങിയവയാണ് അവിടെ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ അലുവിയൽ ഡിപ്പോസിറ്റ്സ് നിന്ന് കിട്ടുന്നത്. അടുത്ത് അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് the ocean water contains vast quantities of minerals, but most of these are too widely diffused to be economic significance. However, common salt, magnesium and bromine are largely derived from ocean waters. The ocean beds too are rich in manganese nodules. അപ്പോൾ അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓഷൻ വാട്ടർ എന്നൊക്കെ കിട്ടുന്നതാണ്. പ്രധാനമായിട്ടും നമ്മുടെ കോമൺ സോൾട്ട് അല്ലെങ്കിൽ മാഗ്നീഷ്യം, ബ്രോമിൻ തുടങ്ങിയവ, പിന്നെ അല്ലെങ്കിൽ എന്താണ് മാംഗനീസ് നൊഡ്യൂൾസ്, ഇതൊക്കെ ഓഷൻ ബെഡ്സ് എന്നും ഓഷൻ വാട്ടർ എന്നൊക്കെ കിട്ടുന്ന മിനറൽസാണ്. India is fortunate to have fairly rich and varied mineral resources. However, these are unevenly distributed. Broadly speaking, peninsular rocks contain most of the reserves of coal, metallic mineral, mica, and many other non-metallic minerals. Sedimentary rocks on the western and eastern flanks of the peninsula in Gujarat and Assam have most of the petroleum deposits. Rajasthan, with the rock system of the peninsula, has reserves of many non-ferrous minerals. The vast alluvial plains of North India are almost devoid of economic minerals. These variations exist largely because of the difference in the geological structure, process and time involved in the formation of minerals. എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മിനറൽസിൻ്റെ കണ്ടൻറ്റ് കാരണം ഫോർച്യുനേറ്റ് ആണ്.
അപ്പോൾ ഈ ഒരു മിനറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈവനായിട്ട് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. അതായത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എല്ലാ മിനറൽസും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ മിനറൽസും എല്ലാ സ്ഥലങ്ങളും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു ജിയോളജിക്കൽ ഏരിയയ്ക്ക് അനുസരിച്ച് ഡിഫറൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പെനിൻസുലാർ റോക്സിലൊക്കെ എന്താണ് പ്രധാനമായിട്ടും കോൾ, മെറ്റാലിക് മിനറൽസ്, മൈക്കയുടെയൊക്കെ സാന്നിധ്യമുണ്ട്. പിന്നെ കുറേ നോൺ മെറ്റാലിക് മിനറൽസിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. ഇനി സെഡിമെൻ്ററി റോക്സ് ഓൺ ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഫ്ലങ്സ് ഓഫ് ദ പെനിൻസുല ഇൻ ഗുജറാത്ത് ആൻഡ് അസം ഹവ് മോസ്റ്റ് ഓഫ് ദ പെട്രോളിയം ഡിപ്പോസിറ്റ്. അതായത് ഗുജറാത്തിലെ ആസാമിലെ സെഡിമെൻ്ററി റോക്സിലൊക്കെ എന്താണ് പെട്രോളിയം ഡിപ്പോസിറ്റ്സ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരുപാട് തരത്തിലുള്ള നോൺ ഫെറസ്, അതായത് അയണിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്ത മിനറൽസ്, മെറ്റാലിക്കിൽ തന്നെ അയണിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്ത മിനറൽസ് ഉണ്ട്. അതുപോലെ തന്നെ അലൂവിയൽ പ്ലെയിൻസ്, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ അലൂവിയൽ പ്ലെയിൻസിലൊക്കെ എക്കണോമിക് മിനറൽസിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു അണീവനായിട്ട് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്ട്രക്ചറിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. ലെറ്റ് us now study the distribution of a few major minerals in India. Always remember that the concentration of mineral in the ore, the ease of extraction and the closeness to the market play an important role in affecting the economical viability of a reserve. Thus, to meet the demand, a choice has to be made between number of possible options. When this is done in mineral deposit or reserve turns into a mine. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള മിനറൽ ഡിപ്പോസിറ്റിൻ്റെ കാര്യം നോക്കിയാണ്. അതുപോലെ തന്നെ ഒരു ഓറ് അത് നമുക്ക് ഒരു മൈനാക്കി അല്ലെങ്കിൽ എന്താണ് അത് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണമെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഇത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശേഷി, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു കോൺസെൻട്രേഷൻ എത്രയാണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു മിനറൽ എക്സ്ട്രാക്ഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫെറസ് മിനറൽസിനെ തന്നെ നോക്കാം. ആദ്യമായിട്ട് ഫെറസ് മിനറൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫെറസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അയണിൻ്റെ കണ്ടൻറ്റുള്ള മിനറൽസാണ്. ഫെറസ് മിനറൽസ് അക്കൗണ്ട് for about 3/4 of the total value of the production of metallic minerals. They provide a strong base for the development of metallurgical industries. India exports substantial quantities of ferrous minerals after meeting her internal demands. അപ്പോൾ എന്താണ് ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്? ഏകദേശം 4/3 മെറ്റാലിക് മിനറൽസും ഫെറസ് മിനറൽസാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റി ഫെറസ് മിനറൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഇൻറ്റേർണൽ ഡിമാൻഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ അയൺ ഓറാണ്. Iron ore is a basic mineral and the backbone of industrial development. India is endowed with fairly abundant resource of iron ore. India is rich in good quality iron ores. Magnetite is the finest iron ore with a very high content of iron up to 70%. It has excellent magnetic qualities, especially valuable in the electrical industry. Hematite ore is the most important industrial iron ore in terms of quantity used, but has slightly lower iron content than magnetite, 50 to 60%. In 2018-19, almost entire production of iron ore occurred from Odisha, Chhattisgarh, Karnataka and Jharkhand. The remaining 3 production was from other states. ഇന്ത്യയിൽ എന്താണ് ഒരുപാട് തരത്തിലുള്ള അയൺ ഓർസ് ഉണ്ട്. ഇന്ത്യയിൽ അയൺ ഓർ കൊണ്ട് അബൻഡൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനൊക്കെ കാരണമായത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനൊക്കെ മുഖ്യ ഹേതുവായത് അയൺ ഓറിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അയൺ ഓർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഓറാണ്. ഏകദേശം 70% അയൺ കണ്ടൻ്റ് ഉള്ള ഓർ ആണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയൺ ഓർ ഏകദേശം 50 മുതൽ 60% അയൺ കണ്ടൻ്റ് ഉള്ളതാണ്. അത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ അയണായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഹെമറ്റൈറ്റ് ആണ്. ഇനി ഇന്ത്യയിൽ 2018-19 കണക്ക് പ്രകാരം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത അയൺ ഓർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അയൺ ഓറിൻ്റെ കണ്ടൻറ്റിൽ 97% വരുന്നത് ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക, ജാർഖണ്ഡ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ബാക്കി 3% ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഉള്ളത്. ദ മേജർ അയൺ ഓർ ബെൽറ്റ്സ് ഇൻ ഇന്ത്യ ആ ഒഡീഷ, ജാർഖണ്ഡ് ബെൽറ്റ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൺ ഓർ ബെൽറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഒഡീഷ, ജാർഖണ്ഡ് ബെൽറ്റ്. ഇൻ ഒഡീഷ ഹൈ ഗ്രേഡ് ഹെമറ്റൈറ്റ് ഓർ ഈസ് ഫൗണ്ട് ഇൻ ബദാംപഹർ mines in the Mayurbhanj and Khendujar district in the adjoining Simbham district of Jharkhand. Hematite iron ore is mined in Goa and Novamundi. അപ്പോൾ എന്താണ് ഒഡീഷ, ജാർഖണ്ഡ് ബെൽറ്റിൽ പ്രധാനമായിട്ട് ഹെമറ്റൈറ്റ്, ഹൈ ഗ്രേഡ് ഹെമറ്റൈറ്റിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓറിൻ്റെ കണ്ടൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബദാംപർ മൈൻസിൽ, അതായത് മയൂർഭഞ്ച്, ഖെന്ദുജാർ ഡിസ്ട്രിക്ട്സിലുള്ള ബദാംപർ മൈൻസിൽ ഈ അയൺ ഓർ ഉണ്ട് ഒഡീഷയിലെ. അതുപോലെ തന്നെ അഡ്ജോയിനിങ് ആയിട്ട് അതിന് ചേർന്ന് കിടക്കുന്ന ജാർഖണ്ഡിലെ സിംഗ്ഭൂം ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ എന്താണ് അയൺ ഓറിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് ദുർഗ്, ബസ്താർ, ചന്ദ്രാപൂർ ബെൽറ്റ്,
ആണ്. രണ്ടാമത്തത് ദുർഗ്, ബസ്താർ, ചന്ദ്രാപൂർ ബെൽറ്റ് ആണ്. ലൈസ് ഇൻ ദ ഛത്തീസ്ഗഡ് ആൻഡ് മഹാരാഷ്ട്ര. വെരി ഹൈ ഗ്രേഡ് ഹെമറ്റൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഫേമസ് Bailadila range of hills in the Bastar district of Chhattisgarh. The range of hills comprise of 14 deposits of super high grade hematite iron ore. It has the best physical properties needed for steel making. Iron ore from these mines is exported to Japan and South Korea via Visakhapatnam port. അപ്പോൾ എന്താണ് ദുർഗ്, ബസ്താർ, ചന്ദ്രാപൂർ ബെൽറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലായിട്ട് കിടക്കുന്ന ഒരു അയൺ ഓർ ബെൽറ്റാണ്. ഇവിടെ വളരെ ക്വാളിറ്റി കൂടിയ ഹേമറ്റൈറ്റ് ആണ് കാണപ്പെടുന്നത്. വളരെ ഫേമസ് ആയ ബൈലാദില റേഞ്ചിൽ, അതായത് ബസ്താർ ഡിസ്ട്രിക്റ്റിലെ, ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ബൈലാദില റേഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 14 ഡിപ്പോസിറ്റ്സ് ഉണ്ട്. ഈ ഒരു ഹൈ ഗ്രേഡ്, വെരി ഹൈ ഗ്രേഡ് ഹെമറ്റൈറ്റ് അയണിൻ്റെ 14 ഡിപ്പോസിറ്റ്സോളം ഉണ്ട്. ഇത് വളരെ ബെസ്റ്റ് ഫിസിക്കൽ ക്വാളിറ്റിയാണ്. അതായത് സ്റ്റീൽ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. ഇത് പ്രധാനമായിട്ടും ജപ്പാനിലേക്കും സൗത്ത് കൊറിയയിലേക്കൊക്കെ വിശാഖപട്ടണം പോർട്ട് വഴി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ബല്ലാരി, ചിത്രദുർഗ, ചിക്കമംഗളൂരു, തുമക്കുരു ബെൽറ്റാണ്. കർണാടകയിലെ ഹാസ് എ ലാർജ് റിസോഴ്സ് ഓഫ് അയൺ ഓർ. ദ കുദ്രേമുഖ് mines located in the western Ghats of Karnataka are a 100% export unit. Kudremukh deposits are known to be one of the largest in the world. The ore is transported as slurry through the pipeline to a port near Mangaluru. എന്താണ് അപ്പോൾ കുദ്രേമുഖ് മൈൻസിൽ നിന്നാണ് ഏകദേശം വെസ്റ്റേൺ ഗൾസിൽ, കർണാടകയിലെ നമ്മുടെ വെസ്റ്റേൺ ഗൾസിലെ പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് മൈൻസിൽ നിന്ന് ഏകദേശം 100% എക്സ്പോർട്ട് യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് എക്സ്പോർട്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അയൺ ഓർ ആണ് ഈ കുദ്രേമുഖ് എന്ന് പറയുന്നത്. ഇത് പൈപ്പ് ലൈൻ വഴി മംഗളൂരു പോർട്ടിലെത്തിച്ച് അവിടെ നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഗോവ ആൻഡ് രത്നഗിരി ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. ത്രൂ ദ ഓസ് ആർ നോട്ട് ഓഫ് വെരി ഹൈ ക്വാളിറ്റി യെറ്റ് ദേ ആർ എഫിഷ്യൻ്റ്ലി എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഓർ ഈസ് എക്സ്പോർട്ടഡ് ത്രൂ മർമഗാവോ പോർട്ട്. ഇപ്പോൾ എന്താണ് അടുത്തത് മഹാരാഷ്ട്ര ഗോവ ബെൽറ്റിലെ ഗോവയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ രത്നഗിരി ഡിസ്ട്രിക്റ്റുമായിട്ട് ചേർന്ന് നടക്കുന്ന പ്രദേശത്താണ് ഇതുള്ളത്. ഇത് അത്രയും ക്വാളിറ്റി കൂടിയതെന്നല്ല, പക്ഷേ അത് സ്റ്റിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മർമഗാവോ വഴി പോർട്ട് വഴി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഓർ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. രണ്ടാമത്തെ ഫെറസ് മെറ്റാലിക് ഓർ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. മാംഗനീസ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ ആൻഡ് ഫെറോ മാംഗനീസ് അലോയ്. Nearly 10 kg of manganese is required to manufacture 1 ton of steel. It is also used in manufacturing bleaching powder, insecticides and paints. അപ്പോൾ മാംഗനീസ് പ്രധാനമായിട്ടും സ്റ്റീൽ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഫെറോ മാംഗനീസ് അലോയിയുടെ പ്രൊഡക്ഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 1 ടൺ സ്റ്റീൽ ഉണ്ടാക്കാൻ 10 കിലോ മാംഗനീസ് വേണമെന്നാണ് കണക്ക്. ഈ മാംഗനീസ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിലും ഇൻസെക്ടിസൈഡ്സിൻ്റെയും പെയിൻസിൻ്റെയൊക്കെ നിർമ്മാണത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നോൺ ഫെറസ് മിനറൽസ്. അപ്പോൾ നമുക്ക് മിനറൽസിൽ അടുത്ത നോൺ ഫെറസ് മിനറൽസിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.